വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മന്ത് റീഡിംഗ് ആണ്. നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ഈ ഒരു മാസം എങ്ങനെയായിരിക്കും, ഫിനാൻസ് എങ്ങനെയായിരിക്കും, ഹെൽത്ത് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻസ് ആൻഡ് ഇതിനുള്ള ഗൈഡൻസുമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ പ്രഡിക്ഷൻസ് ആൻഡ് ഗൈഡൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും ഇത്. ഓവറോൾ നിങ്ങളുടെ തീം എന്താണ് എന്നുള്ളതും നമുക്ക് നോക്കാം. ഈ ഒരു മാസം നിങ്ങൾക്ക് എന്തെല്ലാം ബ്ലെസ്സിങ്സ് പ്രതീക്ഷിക്കാം, എന്തൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും, ചലഞ്ചുകൾ ഉണ്ടാവും, ആ പ്രതിസന്ധിയെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ജനറലായിട്ടുള്ളൊരു റീഡിംഗ് ആണ്, ജെന്റിൽനെസ് റീഡിംഗ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് കോയിൻസിഡൻസ് അല്ല, യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള മെസ്സേജ് ഇതിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ 3 പൈൽസ് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് പൈൽ നമ്പർ 1 ഗോയിങ് ഫോർവേഡ്, ഓക്കെ, ആൻഡ് ദിസ് ഇസ് പൈൽ നമ്പർ 2 opportunity, and this is file number 3 security. സോ ഇതിലേതെങ്കിലും ഒരു ഫയൽ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റ് ആവുന്ന ഒരു ഫയൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, യെസ്, നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ഗോയിങ് ഫോർവേഡ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കരിയർ ഗൈഡൻസ് ആണ്. ഓക്കെ, യെസ്, നമുക്ക് കരിയർ ഗൈഡൻസിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഈ ഒരു മന്തിൽ കരിയറിൻ്റെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെയായിരിക്കും, കരിയറിൽ എന്തെല്ലാം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് നോക്കാം. ഇവിടെ ചില വ്യക്തികളെങ്കിലും ഒരു ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ജോബിനൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ഒരു പ്രയത്നം, ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അപ്ഗ്രഡേഷൻ നിങ്ങൾ കൊടുക്കുക, എന്തോ പുതിയ സ്കിൽസ് പഠിക്കുക, ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു എനർജി ഉണ്ട്. കരിയറിലൊരു ഡിസാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഇൻപുട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ടീം വർക്കിൽ സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജാണ്. കരിയർ ഗൈഡൻസ് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള കരിയർ ഗൈഡൻസ് എന്നുള്ളത്? വി ഗോട്ട് വെസ്റ്റ. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. നിങ്ങളോട് മറ്റുള്ളവർ പറയുമായിരിക്കും ഇതിങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യണം, അഡ്വൈസസ് തരുമായിരിക്കും, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുമായിരിക്കും. നിങ്ങൾക്ക് ഒരു തോറ്റുപോയൊരു ഫീലൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആവേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലൊരു ഐഡിയ ഉണ്ടാവണം. ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ആൻഡ് ലെറ്റ്സ് സീ യുവർ ഫിനാൻസ് എനർജി. കരിയറിൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആണ്, എന്നിരുന്നാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സമയമായിരിക്കും. ആൻഡ് ലെറ്റ്സ് സീ യുവർ ഫിനാൻസ് ഗൈഡൻസ് എന്താണ്? ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, കാപ്രിക്കോൺ, അച്ചീവർ എനർജി തന്നെ വന്നിട്ടുണ്ട്. എർത്ത് എലമെൻ്റ് ആണ്. എർത്ത് എലമെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ അബൻഡൻസ് ആണ്.
സോ ഈ ഒരു മാസം നിങ്ങൾക്ക് സാധാരണയിലും ഉപരിയായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസിൽ നിങ്ങളൊരു സ്റ്റെബിലിറ്റി കണ്ടെത്താനായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായി വരും എന്നുള്ളതാണ്. നമുക്ക് മണി മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഗൈഡൻസ് എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. മണി മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളിലേക്ക് കൂടുതലായിട്ടുള്ള ഒരു ധനവരവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? യെസ്, ഫൈൻഡ് വാല്യൂ ഇൻ എവ്രി പെന്നി. അളന്ന് ചെലവാക്കുക എന്നുള്ളതാണ്. ട്രാക്ക് യുവർ എക്സ്പെൻസസ്. അത് എത്ര ചെറുതോ എത്ര വലുതും ആയിക്കൊള്ളട്ടെ. അതല്ലാതെ ഇതൊരു കുറഞ്ഞ എമൗണ്ട് അല്ലേ, ഒരു 5 രൂപയല്ലേ എന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾ വെറുതെ എടുത്ത് ചിലവാക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പല തുള്ളി പെരുവെള്ളം, ഇത് മനസ്സിലാക്കുക. ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഐ ഫൈൻഡ് വാല്യൂ ഇൻ എവ്രി പെന്നി, മാനേജിങ് മൈ റിസോഴ്സസ് വിത്ത് കെയർ ആൻഡ് അറ്റൻഷൻ. വാവ്, ദാറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ്. ആൻഡ് നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഹെൽത്ത് മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു മാസം എന്താണ്? നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. വി ഗോട്ട് 10 of Pentacles. മെൻ്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ വളരെയധികം ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്ന, നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ ഒരു സന്തോഷം ഉണ്ടാവുന്നു. മൈൻഡ് ഇസ് എവറിത്തിങ്. ആൻഡ് നിങ്ങൾ വളരെയധികം സ്റ്റെബിലിറ്റി കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന, ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് ചില ചിട്ടയായ ജീവിതത്തിൽ നിന്ന് ആ ചിട്ടകളൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഹോളിഡേയ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഹോളിഡേ അല്ലേ, ഇപ്പോൾ ഡയറ്റ് നോക്കണ്ട, ഒന്ന് ഡയറ്റിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഒന്ന് ബ്രേക്ക് എടുക്കാം. നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ചിട്ടകളിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അത് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജായിട്ട് ഇവിടെ കാണുന്നില്ല. ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. It's time to celebrate, cultivate an air of celebration today. യെസ്, ഓണമൊക്കെയാണ് വരുന്നത് അല്ലേ? ഈ ഒരു മാസത്തിൽ സെലിബ്രേഷൻ്റെ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. പക്ഷെ അവിടെ നിങ്ങളുടെ മെൻ്റൽ പീസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ലൈഫിൽ റുട്ടീൻസിനും ചിട്ടകൾക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടെയാണ്. Now let's see about your relationship. നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു മാസം ഓവറോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സോ ഫിനാൻഷ്യലി വളരെ സെക്യൂറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു മാസമായിരിക്കും. കരിയറിൽ നിങ്ങൾക്ക് മനസ്സ് ഉറപ്പിച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. ആൻഡ് ഹെൽത്ത് ഇസ് ഓൾസോ വെരി ഗുഡ്. നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആകുന്നൊരു സമയമായിരിക്കും. വളരെയധികം സെലിബ്രേഷൻസിൽ ഇൻവോൾവ് ആകുന്നൊരു സമയമായിരിക്കും. സോ ഓവറോൾ ഇപ്പോൾ വളരെ പ്രോഗ്രസീവായിട്ട് പോകുന്ന സമയത്ത് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. വി ഓൾറെഡി ഗോട്ട് 1 കാർഡ്. ഓക്കെ, നൈറ്റ് ഓഫ് കോയിൻസ്, ദ മാജിഷ്യൻ. ഓക്കെ, യു മാനിഫെസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായി വരുന്നു. ഓക്കെ, 3 of coins. ഇത് ചില വ്യക്തികൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ സ്റ്റക്കായി ഇരിക്കുന്ന ഒരു എനർജിയും കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിനൊരു സെപ്പറേഷൻ ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ ഒത്തൻറ്റിസിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ട്രൂ സെൽഫിലേക്ക് കണക്ട് ചെയ്യുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ ഒന്ന് സ്റ്റക്ക് ആക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു പോകാനുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഉണ്ടാക്കി തരും. ഇനി നിങ്ങളുടെ ഗ്രോത്തിന് ഈ ഒരു റിലേഷൻഷിപ്പ് ആവശ്യമില്ല എന്നുള്ളത് ചില വ്യക്തികൾക്ക് ഓൾറെഡി ആ സെപ്പറേഷൻ അല്ലെങ്കിൽ ആ സ്റ്റക്നെസ് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റബേൺനെസ് ഉണ്ടാവുന്നുണ്ട്, അതായത് വാക്കുതർക്കങ്ങൾ ഉണ്ടാവാതെ നോക്കുക. അതർവൈസ് റിലേഷൻഷിപ്പ് ഇസ് ഗോയിങ് വെരി ക്ലീൻ, വെരി ഹാപ്പി എന്നുള്ളൊരു കൊച്ചുകുട്ടികളുടെ ഒരു എന്തൂസിയാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ആൻഡ് റിലേഷൻഷിപ്പ് ഗൈഡൻസ് കൂടി നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയേണ്ടത്? It is safe for you to love. Open your heart to give and receive the biggest energy of all. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്നൊക്കെ നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വളരെ അന്വർത്ഥമാണ് എന്നുള്ളത് നമ്മൾ പ്രായം കൂടി വരുന്ന സമയത്ത് മനസ്സിലാവും. എന്തിനെക്കാട്ടിലും വലുതായിട്ടുള്ളത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണ് എന്നുള്ളത് മനസ്സിലാകുന്ന സാഹചര്യത്തിനാണ് നമ്മൾ മെച്യൂരിറ്റി അല്ലെങ്കിൽ സോൾ എവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത് അൺകണ്ടീഷണൽ ലവാണ്. അവിടെ നെഗറ്റീവ് എനർജികൾക്ക് ഒരു സ്ഥാനവുമില്ല. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊരു പേടിയോ ഒരു ഭയമോ ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റഡ് ആവുന്നത് എങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആൻഡ് ദെൻ വി ഹാവ് ന്യൂ ലവ്. ന്യൂലി ഫൗണ്ട് ലവ് ഇവിടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സിംഗിൾസ് ആയിട്ടുള്ളവർ, നമുക്ക് ഓൾറെഡി മാജീഷ്യൻ വന്നിരുന്നു, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. ആൻഡ് മേക്ക് ദ എഫേർട്ട്. നിങ്ങൾ അതിലൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് എന്താണ് നിങ്ങളെ തടഞ്ഞു വെക്കുന്നതായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്, അത് കണ്ടെത്തി ആ പേടികളെയൊക്കെ നിങ്ങൾ മറികടക്കുക. ആൻഡ് ദെൻ വി ഗോട്ട് വൺ മോർ കാർഡ്. റിലീസ് യുവർ എക്സ്. ഓക്കെ, ഈ ഒരു സമയം വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ എക്സിൻ്റെ ഓർമ്മകൾ, എനർജി എല്ലാം ക്ലെൻസ് ഔട്ട് ചെയ്ത് ക്ലിയർ ഔട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുള്ള ഒരു സമയം. ആൻഡ് ദ ബോട്ടം എനർജി ഇസ് റീകൗൺസിലേഷൻ. അത് കൺഫ്യൂസിങ് ആയിട്ട് ചില വ്യക്തികൾക്ക് തോന്നാം. അതായത് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് കംപ്ലീറ്റ്ലി അത് റിമൂവ് ചെയ്ത് കളയേണ്ട സമയമാണ്. എന്നാൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് തിരികെ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങളുടെ എക്സ് പാർട്ട്ണർ വരികയാണെങ്കിൽ ഒരു റീകൗൺസിലിയേഷൻ പോസിബിൾ ആണ്. കാരണം നിങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റ് എനർജി ഇവിടെ കാണുന്നുണ്ട്. സോ ഓൺലി ഇഫ് യുവർ എക്സ് പാർട്ട്ണർ ഇസ് ബാക്ക് വിത്ത് എ കമ്മിറ്റ്മെൻറ്റ്, അവരൊരു ഉറപ്പായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി വരികയാണെങ്കിൽ മാത്രം അവരെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, റീകൗൺസിലിയേഷൻ നടത്താം എന്നുള്ളൊരു മെസ്സേജാണ്. ആൻഡ് ദെൻ വി ഹാവ് ദ ഓവറോൾ തീം കാർഡ് ഗോയിങ് ഫോർവേഡാണ്. ഇതിൽ നിങ്ങൾക്ക് ഉദിച്ചു വരുന്ന സൂര്യനെ കാണാം, മൗണ്ടെയ്ൻസ് കാണാം. മൗണ്ടെയ്ൻസ് ഹൈ സ്പിരിച്വൽ എനർജിയെ സൂചിപ്പിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഈ ഗോൾഡൻ ലൈറ്റ് കാണാം. ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ഓറ പ്രൊട്ടക്ഷനാണ്, നിങ്ങളുടെ ഓറയിലെ ഡിവൈൻ പവറിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ വളരെയധികം ഡിവിനിറ്റി ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുന്നൊരു സമയമാണ്. ആൻഡ് നിങ്ങളുടെ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഉയർച്ചയിലേക്കാണ് പോകുന്നത്. സോ ഈ ഒരു മാസം പൊതുവേ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കൊണ്ടുതരുന്നൊരു മാസമായിരിക്കും, ഫിനാൻഷ്യലി ആൻഡ് ഹെൽത്ത് വൈസ് സ്പെഷ്യലി. ആൻഡ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫേർട്ട് എടുക്കണം, ബുദ്ധി ഉപയോഗിച്ച് ലോജിക് ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മാസമാണ്. കരിയർ വൈസ് നിങ്ങൾക്ക് എന്തിലേക്കാണ് പോവേണ്ടത് അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാലറി ഹൈക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെപ്റ്റംബർ മന്ത് റീഡിംഗ്, പ്രെഡിക്ഷൻസ് ആൻഡ് ഗൈഡൻസ് ഫോർ യു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങൾക്കിത് എത്രത്തോളം റെസനേറ്റ് ആയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി പൈൽ 1 സെലക്ട് ചെയ്തവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്.
അതുപോലെ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ ഒരു അസിസ്റ്റൻസ് ആവശ്യമാണ്, ഗൈഡൻസ് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ടും സ്പിരിച്വൽ ഹീലിങ്സിന് വേണ്ടിയിട്ടും ഉള്ള സെഷൻസ് എല്ലാം അപ്പോയിൻമെൻ്റ് ആയിട്ട് ലഭ്യമാവുന്നതാണ്. ആൻഡ് ഇനി നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ടാരറ്റ് കാർഡ്സ് റീഡ് ചെയ്യണം, നിങ്ങൾക്കൊരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായമാകാൻ വേണ്ടി ഈ ഒരു നോളജ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഓൺലൈനായിട്ട് നടത്തുന്ന ടാരറ്റ് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടും ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഹായ് ഹലോ, ഗ്രൂപ്പ് നമ്പർ 2 ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സെപ്റ്റംബർ മന്ത് റീഡിംഗ് ആണ്. നമ്മൾ കരിയർ, ഫിനാൻസ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഓവറോൾ തീം ഇതെല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്ലസ് യൂണിവേഴ്സൽ ഗൈഡൻസ്, ഓരോന്നിനും നമ്മൾ വെവ്വേറെ ഗൈഡൻസ് എടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ നിങ്ങൾക്ക് ഈ ഒരു മാസം കരിയറിൽ എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ കരിയറിൻ്റെ ഒരു ട്രജക്ടറി എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളുടെ ഒരു ഓവറോൾ തീമായിട്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്, അവസരങ്ങളെയാണ്. സോ ഈ ഒരു മാസം നിങ്ങളുടെ മേജറായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ അവസരങ്ങളെ കണ്ടെത്തുക, അതിനെ തേടി പിടിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. അത് കരിയറിലായിരിക്കാം, ഫിനാൻസിലായിരിക്കാം, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, എന്തുമാവാം. ആൻഡ് കരിയറിൽ വി ഗോട്ട് ദ ഡെവിൾ കാർഡ്, വി ഗോട്ട് 9 of cups, okay, 6 of wands, and then we have 2 of swords. ഈ ഡെവിൾ കാർഡ് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കൂടെ എടുക്കാം. And we got Knight of Swords. ഓക്കെ, ഇമ്പൾസീവായിട്ട് ഡിസിഷൻ എടുക്കാതിരിക്കുക, അതായത് ചാടിക്കയറി എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ എത്താതിരിക്കുക ഒരു കാര്യത്തിലും. കാരണം കുറച്ച് നിങ്ങളുടെ ലോജിക്കും ഇമോഷൻസും തമ്മിൽ വ്യത്യസ്തമായിട്ട് വരാനുള്ള സാധ്യത കരിയറിൻ്റെ കാര്യത്തിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കണം, പക്ഷെ അത് ലോജിക്കലി ഗുഡാണോ അല്ല, പക്ഷെ മനസ്സ് പറയുന്നു എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്. കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയം ലോജിക്ക് കുറച്ച് ബാക്കിലേക്കായിരിക്കും നിൽക്കുക. കാര്യം ലോജിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിലും ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, വിച്ച് യു ആർ നോട്ട് സീയിങ് ഇറ്റ് റൈറ്റ് നൗ. നിങ്ങൾക്കത് ദീർഘവീക്ഷണം ഉണ്ടാവുന്നില്ല ഈ സമയത്ത്, അത് ലോജിക്കലി പ്രൂവ് ചെയ്ത് തരാനും പറ്റില്ല. പക്ഷെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇമോഷണലി നിങ്ങൾക്ക് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു റെക്കഗ്നീഷൻ ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അതായത് ഇന്ന ഒരു കാര്യം ചെയ്യണം, പക്ഷെ നിങ്ങൾക്ക് അതിനകത്തൊരു സർട്ടിഫൈഡ് വ്യക്തിയൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമാണ് എങ്കിൽ ആ ആഗ്രഹത്തിന് നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടായി വരുമെന്നുള്ളതാണ്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ ഗൈഡൻസ്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഗൈഡൻസ് കരിയറിൽ ഈ ഒരു മന്തിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വി ഗോട്ട് ദ 9th house. 9th house എന്ന് പറയുമ്പോൾ സ്പിരിച്വലാണ്, ധാർമ്മികമാണ്. 9th house is also higher studies. അപ്പം നിങ്ങൾക്ക് വളരെയധികം സ്പിരിച്വലായ വിഷയങ്ങളോട് താല്പര്യം തോന്നാം. ചില വ്യക്തികൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ഡീപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾ ഇവിടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകുന്ന ഒരു എനർജി ഉണ്ട്. ആൻഡ് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ കരിയറിൽ തന്നെ നിങ്ങൾക്കൊരു അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് പുതിയ സബ്ജക്ട്സ് പഠിക്കുന്നു. അത് പഠിക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമാണ്. അതായത് നിങ്ങളെല്ലാവരും ഈ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നേടാൻ പോകുന്നത് ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ ബോധ്യപ്പെടുത്താനോ
ഞാൻ ഇന്ന ഒരു കാര്യം നേടിയെടുത്തിട്ടുണ്ടെന്ന് സർട്ടിഫിക്കറ്റ്സിൽ കാണിക്കുന്നത് വ്യത്യസ്തമാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് വിസ്ഡം ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തമാണ്. അതാണ് നോളജ് ആൻഡ് വിസ്ഡം തമ്മിലുള്ള ഡിഫറൻസ്. വിസ്ഡമാണ് ഈ സമയം നിങ്ങളിലേക്ക് എത്തുന്നത്. പ്രോസസ്ഡ് നോളജിനെ നമ്മൾ വിസ്ഡം എന്ന് പറയും. നോളജ് എന്ന് പറഞ്ഞാൽ കുറേ അധികം ഇൻഫർമേഷൻസ് ആണ്. ഈ കുറേ അധികം ഇൻഫർമേഷൻസ് കിട്ടി ശേഖരിച്ചു വെച്ചിട്ടുള്ള നിങ്ങൾക്കൊരു സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈസിയാണ്. കാരണം നമ്മൾ ഡിഗ്രി ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാർ പഠിച്ചു പോകുന്നുണ്ട്. എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട് പഠിച്ച കാര്യത്തിൽ? കാരണം അവർക്കുള്ളത് നോളജാണ്. പക്ഷേ ഈ ഇൻഫർമേഷൻസിനെ മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ടായിട്ട് തനിക്കോ സമൂഹത്തിനോ ഗുണമുള്ള രീതിയിൽ കൊടുക്കാൻ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് കാര്യത്തിൻ്റെയും ഒരു ഡീപ്പർ നോളജ് ശേഖരിക്കുന്ന ഒരു പീരീഡ് ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കരിയറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് മാഗ്നറ്റിക്കലി എന്നുള്ള ഒരു മെസ്സേജാണ്. ആൻഡ് ലെറ്റ്സ് സീ യുവർ ഫിനാൻസ് ഗൈഡൻസ്. ഫിനാൻസിൽ എന്തായിരിക്കും ഈ ഒരു മാസം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധ്യമാകുന്നത്? നമുക്ക് നോക്കാം. So we got Three of Cups, celebration, friendships, collaborations, creativity, communication, happiness and everything. So financial side-ൽ നിങ്ങൾക്ക് കൊളാബറേഷൻസ് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കാം. അതുപോലെ വിദേശത്ത് നിന്നുള്ള ഒരു ഫിനാൻസ് ഒക്കെ നിങ്ങൾക്ക് വരാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ്. നിങ്ങളെ തേടി അത് വരുന്നൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പ് വർക്ക്, ടീം വർക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധിക്കുന്ന ഒരു സമയം. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഫിനാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയം. നമുക്ക് ഫിനാൻഷ്യൽ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഗൈഡൻസ് എന്താണ്, ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എനർജൈസ് യുവർ ഹോം എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവായിട്ടുള്ള വസ്തുക്കളുണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള വസ്തുക്കൾ എന്താണ്? 6 മാസത്തിലധികമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അത് വേണ്ടാത്ത എനർജിയാണ് റിമൂവ് ചെയ്യുക. ട്രസ്റ്റ് മീ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ശേഖരിച്ച് വീട് ഒരു മ്യൂസിയം ആക്കി വെക്കും. അതായത് ഉപയോഗമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ഒരു ആവശ്യം വരുമ്പം എങ്ങനെയാണ്, പിന്നീട് ഒരു ആവശ്യം ഒട്ട് വന്നിട്ടുമില്ല, വീടിൻ്റെ സ്പേസ് അത് നശിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതായത് ഇവിടെ ഫുങ്ഷ്വേ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു സമയം, അല്ലെങ്കിൽ വാസ്തുവിൻ്റെ ഒരു ചൈനീസ് ഫോമാണ് ഫുങ്ഷ്വേ എന്ന് പറയുന്നത്. നമ്മൾ ഫുങ്ഷ്വേയിൽ കൂടുതലായിട്ടും ഓരോ മെറ്റീരിയൽസ് ഓരോ സ്ഥലത്ത് വെച്ച് എനർജൈസ് ചെയ്യുന്ന പരിപാടിയാണ്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. വാസ്തുവിലാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന് ബേസിക് ആയിട്ട് എനർജി ക്ലെൻസിങ്സ് ആണ്. അപ്പോൾ ഇതിന് ഡയറക്ഷൻസ്, ഇന്ന ഡയറക്ഷനിൽ ഇന്ന എനർജീസ് ആണ് ഉള്ളത്. ആ ഒരു എനർജിയെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങളുടെ വീട്ടിൽ ആ ഒരു ഡയറക്ഷനിൽ നടത്തുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റ് സൈഡ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. അവിടുത്തെ ആ ഡയറക്ഷനിൽ എലമെൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് വാട്ടറാണ്. അപ്പം ഈ ഒരു എലമെൻറ്റ് കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സൈഡിൽ ഉപയോഗിക്കുക. അതായത് ഏറ്റവും അധികം വെള്ളവുമായിട്ട് പെരുമാറുന്നത് കിച്ചണിലാണ്. എന്നാൽ നോർത്ത് ഈസ്റ്റ് സൈഡിൽ കൊണ്ട് ബാത്റൂം വെക്കരുത്. ഒരു മൂലകളിലും ബാത്റൂം വെക്കരുത് എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന സമയം. വാട്ടറിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വെക്കുന്നതും, അക്വേറിയം ഒക്കെ വെക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ്. ഈവൻ നിങ്ങളുടെ പൂജാ റൂം വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ വീട് മുഴുവൻ ഇടിച്ചു പൊളിച്ച് അത് റെനോവേറ്റ് ചെയ്യണം എന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങളിപ്പോൾ ദൈനംദിനമായി ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കുത്തി നിറയ്ക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബോധപൂർവം കോൺഷ്യസ്ലി ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് കാണിക്കുന്നത്. ആൻഡ് ദെൻ വിൽ സീ യുവർ ഹെൽത്ത്. നമുക്ക് ഇനി ഹെൽത്ത് ഗൈഡൻസ് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. We got Ace of Pentacles and then 8 of Pentacles. ഇവിടെ
നിങ്ങളുടെ ഒരു കാർമികമായിട്ടുള്ള സാഹചര്യത്തിനെ തുടർന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലെഗ് പെയിൻ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ വാദത്തിൻ്റെ ഒക്കെ അസുഖമുള്ള വ്യക്തികൾക്ക് അതൊക്കെ ഒന്ന് അനുഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ വരുന്നത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റെമഡി നിങ്ങൾ കൺസൾട്ട് ചെയ്ത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ചികിത്സ നേടാനായിട്ട് പറ്റുന്ന ഒരു സമയം കൂടായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഗൈഡൻസ് കൂടെ നമുക്ക് നോക്കാം. ഗോ ഇൻവേർഡ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ടൈം ടു കണക്ട് വിത്ത് യുവർ ഇന്നർ ചൈൽഡ്. യെസ്, ഇവിടെ നമ്മൾ കാർമികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. സാരമായിട്ടല്ല, നിങ്ങൾക്കൊരു വഴി തുറന്നു തരുന്നതാണ് നിങ്ങളുടെ ഹെൽത്തിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കൊച്ചുകുട്ടിയെ ഒറ്റപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം ലഭിക്കാതിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന, അവോയ്ഡ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്ന ആ ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് യു ആർ വർത്തി എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായി വരും. എവ്രി വൺ ഈസ് വർത്തി, യു ആർ ഓൾസോ വർത്തി ഈക്വലി വിത്ത് അതേഴ്സ്. അപ്പോൾ ആ മൈൻഡ് സെറ്റ് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. വാട്ട് ക്യാൻ യു എക്സ്പെക്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്? എയ്റ്റ് ഓഫ് വാൻഡ്സ്. സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും. ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ, ഈവൻ നേരിട്ടും മോസ്റ്റ് പ്രോബബ്ലി മെസ്സേജ്, ഇമെയിൽ, കോൾ ഇതിലൊക്കെ വഴി നിങ്ങൾക്കൊരു റിപ്ലൈ ഉണ്ടാവുന്നതായിരിക്കും. ഒരു റീകൗൺസിലേഷൻ 101% നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തി, അത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ ഉറപ്പായിട്ടും വരും. അവർ ആ ഒരു സോൾ കണക്ഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു സമയമായിരിക്കും. യെസ്, 5 ഓഫ് കപ്സ്. അത് ചില വ്യക്തികൾക്ക് നഷ്ടപ്പെട്ട് ഓൾറെഡി പോയിട്ടുണ്ട്, ചിലർക്കത് റീസെൻ്റ്ലി ആണ് അത് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആ നഷ്ടത്തിൽ നിന്ന് തിരികെ വരാനായിട്ട് സാധിക്കും. കാരണം ടെമ്പറൻസ് അഗെയിൻ സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു ഗൈഡൻസ് എന്താണ്, റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇൻഡെപ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ എന്താണ് അറിയേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആൻഡ് ലെറ്റ്സ് സീ കെമിസ്ട്രി. യെസ്, നിങ്ങൾക്കൊരു സ്ട്രോങ് മാഗ്നറ്റിക് കെമിസ്ട്രി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. കാരണം ആ സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ ഈ സെപ്പറേഷനിലൂടെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ദെൻ വി ഹാവ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യെസ്, യു ആർ വർത്തി, ഹാവ് സെൽഫ് റെസ്പെക്റ്റ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളിലേക്ക് തിരികെ തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളൊരു പ്രയോറിറ്റിയേ അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ സമയം കഴിയുന്ന സമയത്ത് നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയി മാറും നിങ്ങളുടെ പാർട്ട്ണറിൽ. ഏതൊരു വ്യക്തിയും വേറൊരു വ്യക്തിയിൽ ഡിപ്പെൻഡൻ്റ് ആകുമ്പം അവർക്കത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവാനായിട്ട് തുടങ്ങും. ആ സോൾ റിപ്പൽ ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് സെപ്പറേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വാട്ട് വി ഗോട്ട് ദ ബോട്ടം എനർജി, എൻഗേജ്മെൻറ്റ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇവിടെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ എനർജി ഉണ്ട്. യുവർ ലവ് ലൈഫ് ഇസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ടു ദോസ് പീപ്പിൾ ഹു ആർ ഗെറ്റിംഗ് എൻഗേജ്ഡ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാസമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ മടികൾ ഒക്കെ നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക. ഡിസിഷൻ എടുക്കാനായിട്ട് ഇന്ന് വേണ്ട നാളെ എന്ന് പറഞ്ഞു വയ്ക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതും ഒന്ന് മാറ്റി വയ്ക്കുക. പ്രൊക്കാസ്റ്റിനേഷൻ ബേസിക്കലി മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെ നല്ലൊരു മാസമായിരിക്കും. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്, നിങ്ങൾക്കുള്ള ഗൈഡൻസസ്, പ്രെഡിക്ഷൻസ് ആൻഡ് ഡിവൈൻ ഗൈഡൻസസ് ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ.
ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പൈൽ നമ്പർ 2 കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പേഴ്സണൽ ഗൈഡൻസസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. മന്ത്ലി റീഡിങ്സ് പേഴ്സണലായിട്ട് ഉണ്ടാവുന്നതായിരിക്കും. അതല്ല കരിയർ, ഫ്യൂച്ചർ, ഇതെല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പാസ്റ്റ് ലൈഫ്, സോൾ കണക്ഷൻസ്, പാസ്റ്റ് ലൈഫ് എനർജീസ് റീഡ് ചെയ്യാം നിങ്ങളുടെ. അതുപോലെ സോൾ പർപ്പസുകൾ റീഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തും അറിയേണ്ടത് കൺഫ്യൂഷനുണ്ട് എന്നാൽ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ത്രൂ. അതുപോലെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ജേർണിയിൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ, ഹീലിംഗ് ഇപ്പോൾ ആവശ്യമാണെങ്കിൽ, സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആണെങ്കിലും സ്പിരിച്വൽ ഹീലിംഗ് ആണെങ്കിലും മെഡിറ്റേറ്റീവ് ഗൈഡൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ് ഓൺലൈനായിട്ട്. ഓക്കെ, സോ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 3 സെക്യൂരിറ്റി സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ സെപ്റ്റംബർ മന്ത് റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ് ഇതിലൊക്കെ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം ആൻഡ് യൂണിവേഴ്സൽ ഗൈഡൻസ്, നിങ്ങളുടെ ഓവറോൾ തീം എന്തായിരിക്കും, ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ യുവർ കരിയർ ഫസ്റ്റ്. കരിയറിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഓവറോൾ തീമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സെക്യൂരിറ്റി, ഫയർ എനർജി. ഇവിടെ ചില വ്യക്തികൾക്കൊക്കെ വീടുണ്ടാക്കുന്ന ഒരു എനർജി, അതായത് നിങ്ങൾ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. ഓൾറെഡി തുടങ്ങി വെച്ചവരാണെങ്കിൽ പൂർത്തിയാക്കാൻ, ഹൗസ് വാമിംഗ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി. ആൻഡ് ചില വ്യക്തികൾക്ക് ഈ ഇന്നർ സെക്യൂരിറ്റി ബിൽഡ് ചെയ്ത് വരികയാണ്. അതായത് നിങ്ങളുടെ മനസ്സിലെ പേടികൾ അതൊക്കെ റിമൂവ് ആവുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഫയർ നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സമയമാണ്. ആൻഡ് ഓൾസോ സോളാർ പ്ലെക്സസ് ചക്രയുടെ ഒരു ആക്ടിവേഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായി മാറുന്നുണ്ട്, ആത്മബലമുള്ളവരായി മാറുന്നുണ്ട്, ഡിറ്റർമിനേഷൻ ഉണ്ടാവുന്നുണ്ട്, കരുത്ത് ഉണ്ടാവുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്ത് വന്നാലും അതിജീവിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ആൻഡ് ദെൻ വി ഗോട്ട് ദി ഹാങ്ഡ് മാൻ, Queen of Pentacles and 3 of Pentacles and the Emperor. ഓക്കെ, കരിയറിൽ നിങ്ങൾ ചെറിയ രീതിയിലൊന്ന് പകച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴെങ്കിൽ അതിന് മാറ്റം വരുന്ന സമയമാണ്. കാരണം ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും തനിയെ എന്തെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടാണ് അവർക്ക് താല്പര്യം. വി ഗോട്ട് ദ കിങ് ആൻഡ് ക്വീൻ എനർജി. സോ നിങ്ങൾ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണ്, വളരെയധികം ലീഡർഷിപ്പ് ഉള്ള വ്യക്തികളാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഉള്ള വ്യക്തികളാണ്, പ്ലാനിങ് ആൻഡ് ടീം വർക്ക് സ്പിരിറ്റ് എല്ലാം ഉള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ഐഡിയാസ് വ്യത്യസ്തവുമാണ്. എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഒരു സ്വന്തമായി ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അത് 101% നിങ്ങൾക്ക് ഈ ഒരു മാസം സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കും. ഏത് ഐഡിയ ആണെങ്കിലും അതിന് കുറച്ചുകൂടെ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് ക്ലാരിറ്റി ഉണ്ടാക്കുക, അതായത് സൊല്യൂഷൻ ഫോക്കസ്ഡ് ആവുക. ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഞാനിതിൻ്റെ ഔട്ട്കമായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് പുറത്തായിരിക്കും നിങ്ങൾ എന്ത് കാര്യവും തുടങ്ങി വെക്കുന്നത്, എന്നാൽ ആ പാഷൻ അതിനോട് ചേർത്ത് നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങളുടെ സമയം നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങളുടെ എനർജി, എഫേർട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ ഹയർ ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ജോലി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് എന്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കി കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. ആ ഒരു ധാരണയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഇപ്പോൾ സ്ട്രോങ്ലി ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ലെറ്റ്സ് സീ കരിയർ ഗൈഡൻസ് ഫോർ യു എന്താണ് എന്ന് നമുക്ക് നോക്കാം. കരിയറിൽ കൂടുതലായിട്ട് നിങ്ങൾ അറിയേണ്ടത് എന്താണ്?
വി ഗോട്ട് കാപ്രിക്കോൺ. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ഇത്. കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ ഒരു അച്ചീവർ എനർജിയാണ്. അബണ്ടൻസ് ആണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക്കൽ വെൽത്താണ്. അതുപോലെ ലേണിംഗ് ഉണ്ടാവുന്നുണ്ട്, ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്, വളരെ സ്മാർട്ട് ആൻഡ് ടെക്നിക്കലി ഉയർന്ന് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും ഈ ഒരു ഹെൽപ്പ് ഈ മാസം ലഭ്യമാവുന്നതാണ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഉയർന്നുകൊണ്ടാണ് പോകുന്നത്. ഓർക്കുക, എപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഈ ഫയർ അണയ്ക്കാതെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് നിങ്ങളുടെ ആത്മജ്യോതിയാണ്, നിങ്ങളുടെ ഉള്ളിലെ ഫയർ. അതാണ് നിങ്ങളുടെ ഊർജം, അതാണ് നിങ്ങളുടെ USB. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ്. ആൻഡ് ദെൻ വി ഹാവ് ഫിനാൻസ് ഗൈഡൻസ്. ഓൾറെഡി നിങ്ങൾക്ക് ഫിനാൻസിൽ ഹെൽപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫിനാൻസ് എനർജി ഫോർ ദിസ് മന്ത്. നൈറ്റ് ഓഫ് വാൻഡ്സ്. നിങ്ങളിലേക്ക് വേണ്ട ഒരു ഫിനാൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഓൺ ഇറ്റ്സ് വേ. സ്റ്റാർ. യെസ്. പ്രശസ്തിയിലേക്കൊക്കെ പോകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ചില വ്യക്തികൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് സ്പെഷ്യൽ യു അത് നിങ്ങൾ കണ്ടെടുക്കുകയാണ്. ആ ഒരു എനർജി നിങ്ങൾക്ക് എവിടെ നിന്നോ ഫിനാൻസ് വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് കൂടുതലായിട്ട് നിങ്ങളുടെ ഫിനാൻസ് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഗൈഡൻസ് കൂടെ നമുക്ക് നോക്കാം. ലെറ്റ്സ് ടേക്ക് ഫിനാൻഷ്യൽ ഗൈഡൻസ്. വി ഗോട്ട് 2 cards. ഇമോഷണൽ ബ്ലോക്സ് ആൻഡ് റൈപ്പ് ഹാർവെസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്സ് എല്ലാം ഇപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട സമയം. എന്നിട്ട് അതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുക. കാരണം നിങ്ങളിലേക്ക് വരുന്ന ഫിനാൻസിന് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫിനാൻസിന് റിസീവ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാവണം എന്നുള്ളതാണ്. ആ മെൻ്റൽ ബ്ലോക്കുകളെ, ആ ഇമോഷണൽ ബ്ലോക്കുകളെ നിങ്ങൾ റിലീസ് ചെയ്യുന്നത് വഴി നിങ്ങളിലേക്ക് ഫിനാൻസ് വരും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഫിനാൻസ് വരുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് ആ ഒരു സംരംഭം തുടങ്ങാൻ. അതിന് വേണ്ടത്ര ഒരു ഫിനാൻസ് നിങ്ങൾക്കില്ല. അപ്പം നിങ്ങളുടെ മനസ്സ് പറയുന്നു പൈസ ഇല്ല, ഇതെങ്ങനെ വരും, ഇതൊക്കെ എങ്ങനെ വരാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ബ്ലോക്കാണ്. അതേസമയം എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ആഗ്രഹം അത്രയും ശക്തമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഫിനാൻസ് എന്നിലേക്ക് വരുന്നത് എന്നുള്ളത് എൻ്റെ വിഷയമല്ല, അത് യൂണിവേഴ്സിൻ്റെ വിഷയമാണ്. എന്നിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെയധികം ഓപ്പൺ മൈൻഡഡ് അല്ലെങ്കിൽ ഫ്രീ സ്പിരിറ്റഡ് മെൻറ്റാലിറ്റിയാണ്. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. കാര്യം നിങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അത് കൊണ്ടുതരിക എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ജോലിയാണ്. ആ ജോലി നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല, യൂണിവേഴ്സ് ചെയ്തോളൂ. സോ ഇവിടെ നിങ്ങളതിന് ഹാർഡ് വർക്ക് ഇട്ട് നിങ്ങളുടെ ഈ ഐഡിയാസ് വർക്കൗട്ട് ആകാനുള്ള പ്രാക്ടിക്കൽ പ്ലാൻസ് ഉണ്ടാക്കി, സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയി, ഗോൾ ഫോക്കസ്ഡ് ആയി ഒരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് വ്യക്തമായ ഒരു ഔട്ട്പുട്ട് പ്ലാൻ ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ യു ക്യാൻ എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ ലേബർ. റിസൾട്ട് ഉണ്ടാകും എന്നുള്ള 100% ഉറപ്പ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു മാസം നിങ്ങൾക്ക് അത്രയും ഗുണകരമായിട്ടുള്ള ഒരു മന്ത് ആയിരിക്കും. കരിയറിൽ ഒരു എക്സ്ട്രാ മൈൽ, ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വയ്ക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി പുറത്തു വരുന്ന സമയം, എക്സ്ട്രാ ബ്രില്യൻ്റ് ഐഡിയാസ് പുറത്തു വരുന്ന സമയം. ആൻഡ് നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. യുവർ ഹെൽത്ത് ഗൈഡൻസ്. ആൻഡ് വി ഗോട്ട് ദ ഡെവിൾ കാർഡ്. ഓക്കെ, ഇവിടെ ഇമോഷണൽ ബ്ലോക്കേജ് ഒരുപാട് കാണിക്കുന്നുണ്ട്, ലിമിറ്റിംഗ് ബിലീഫുകൾ കാണിക്കുന്നുണ്ട്. ഫുഡ് ഹാബിറ്റ്സ് ശരിയാക്കേണ്ട സമയമാണ്, നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺസ് ശരിയാക്കേണ്ട സമയമാണ്, ജീവിതത്തിന് ഒരു ചിട്ട ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണ്. ഇപ്പോഴും ടെംപ്ടേഷൻസ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ടെംപ്റ്റഡ് ആവുന്ന വ്യക്തിയാണ്, പ്രൊവോക്ഡ് ആവുന്ന വ്യക്തിയാണ്. ഇത് ലൈഫിൽ ഡിസ്ട്രാക്ഷൻസ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ തലവേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. കൂടുതൽ വെള്ളം കുടിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആൻഡ് സേക്രൽ ചക്ര ആക്ടിവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ സേക്രൽ ചക്ര നിങ്ങൾക്ക് കുറച്ച് ഡൗൺ സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമുണ്ടാകാൻ, ഇമോഷണലി നിങ്ങൾ വീക്കായിട്ടിരിക്കുമ്പോൾ ഇമോഷണൽ ഈറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സാധ്യത ഇവിടെ കാണുന്നുണ്ട്. യു ആർ ഇമോഷണൽ ഈറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 3. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു എനർജി കിട്ടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇനി അതല്ലാതെ പോലും എക്സ്റ്റേണൽ ആയിട്ടുള്ള സാഹചര്യങ്ങളെ, സാധ്യതകളെ നിങ്ങൾ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ഇമോഷണൽ ബ്ലോക്ക് അവിടെ മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ ഉപയോഗിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. അതായത് ചില വ്യക്തികൾ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അവർക്ക് ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ നാച്ചുറൽ പ്രോസസ്സാണ്. അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ മെൻ്റൽ ബ്ലോക്കിൻ്റെ റീസൺ കണ്ടെത്തി ആ റീസൺ ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത്. അതൊന്നും ക്ലിയർ ചെയ്യാതെ കുറേ പിൽസ് കഴിച്ചതുകൊണ്ട് കാര്യമില്ല. അവിടെയൊക്കെ സേക്രൽ ചക്ര ഡൗൺ ആയി പോവുകയാണ്. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. അതിനൊരു എക്സ്ട്രാ ഗൈഡൻസ് നമുക്ക് ഇപ്പോൾ എന്താണ് വേണ്ടത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഗൈഡൻസ് ഫോർ യുവർ ഹെൽത്ത്. ഡു വാട്ട് യു നീഡ് ടു ഡു. യെസ്, നീഡ്സും ഒരാളുടെ വോൺസും തമ്മിൽ വ്യത്യാസമുണ്ട്. നീഡ് എന്ന് പറയുന്നത് നമുക്കിപ്പം സെക്യൂരിറ്റി നമ്മുടെ നീഡാണ്. ബേസിക് ആയിട്ടുള്ള വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, ഇതൊക്കെ നീഡാണ്. ഈ നീഡ്സ് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും കൊടുക്കുക. ആൻഡ് വോൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ക്രേവിങ്സ് ഉണ്ടാകും, നിങ്ങൾക്ക് ആ ഫുഡ് ബോഡിക്ക് ഒട്ടും ഹെൽത്തി അല്ലെങ്കിൽ ആ വോണ്ടിനെ നിങ്ങൾ ഒരു ദാക്ഷിണ്യമില്ലാതെ ഉപേക്ഷിക്കണം. അത് ശീലമാക്കിയെടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങളിവിടെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ്. ആൻഡ് ലെറ്റ്സ് സീ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗൈഡൻസ് എന്താണ്. ഈ ഒരു മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ക്യാൻ യു എക്സ്പെക്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്? Ace of Coins, 9 of Cups, വിഷ് ഫുൾഫിൽമെൻറ്റ് പോലെ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായി വരും. ഈ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായി വരും. നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങും. നിങ്ങളുടെ ബെസ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് നിങ്ങളെ കൊണ്ട് ഈ വ്യക്തി തോന്നിപ്പിക്കും. ആൻഡ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലൈഫിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു ആളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒരു കാർമിക് കണക്ഷനുമായിരിക്കാം. ഓക്കെ, ഇത് ഈ ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടായി വരികയും ഇത് നിങ്ങളുടെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടി, ഹീലിങ്ങിന് വേണ്ടി, നിങ്ങളെ തന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാനായിട്ട് സഹായിക്കുന്നതും ആയിരിക്കും എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട്. കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അറിയേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് യു നീഡ് ടു നോ ഇൻ യുവർ റിലേഷൻഷിപ്പ് ഈ ഒരു മാസം. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻസ് ഫീൽ ചെയ്യാൻ, ഹെവിനെസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. കാർമിസിറ്റി കുറച്ച് ഓപ്പൺ ആയി വരുന്ന സമയമായിരിക്കും. ഫ്രീ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോള് വിട്ട് കളയാതിരിക്കേണ്ട ഒരു സമയം. അതുകൊണ്ടാണ് നിങ്ങൾ ബെറ്റർ ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് മാഗ്നറ്റിക് അട്രാക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തിയെന്ന് തോന്നുന്നത് നിങ്ങളുടെ കാർമിക് സോൾമേറ്റ് ആയതുകൊണ്ടാണ്. Calling in your soulmate. Your prayers, affirmations and visualization help bring you together. നിങ്ങളുടെ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തന്നെ, നിങ്ങളുടെ ജീവിതം ബെറ്റർ ആക്കാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തന്നെ കാർമികമായിട്ടുള്ള ബാഗേജസ് നിങ്ങളെ താഴേക്ക് വലിക്കും, ഉയർന്നു പറക്കാൻ അനുവദിക്കില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാർമികെല്ലാം തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാർമിക് സൈക്കിൾ തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. യെസ്, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉറപ്പായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും
കൂടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. എൻഗേജ്മെൻറ്റ് നമുക്ക് 3 പൈൽസിലും എൻഗേജ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ ഇത് കളക്റ്റീവ്ലി വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി, കമ്മിറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ്. ഒരുപാട് പേര് ഈ ചാനൽ കാണുന്ന വ്യൂവേഴ്സിൽ ഒരുപാട് പേർക്ക് കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു മനസ്സ് ആണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതും വളരെ നല്ല കണക്ഷൻസ് ആയിട്ട് കാണുന്നുണ്ട്, എനർജി നല്ലതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എനർജി അല്ലാത്ത വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതെങ്കിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളൊരു മെസ്സേജും ഉണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നെക്സ്റ്റ് തലത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. ബോട്ടം വന്നിരിക്കുന്നത് ഹാർട്ട് ടു ഹാർട്ട് കോൺവേഴ്സേഷൻസ് ആണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, മനസ്സ് തുറന്ന് സംസാരിക്കുക. അതായത് അയാൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിലുള്ളത് പറയാതിരിക്കുക. കാരണം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവേണ്ട, നിങ്ങളുടെ ഒരു ഇടത് കൈ അല്ലെങ്കിൽ വലത് കൈ പോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു അവയവം പോലെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ. അത് എത്രയും കാലം ഉണ്ടോ അത്രയും കാലം. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും, നിങ്ങളുടെ ബെറ്റർ വേർഷനിലേക്ക് എത്താനും സാധിക്കും. എന്നാൽ നിങ്ങൾ എന്താണെന്ന് ഓപ്പണായിട്ട് പറയുന്നത് വഴി നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു സ്ഥാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ മാസ്ക് ചെയ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് വേണ്ട നിങ്ങളാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന, അക്നോളജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂട്ടാവുന്നൊരു എനർജി. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ഫോർ സെപ്റ്റംബർ മന്ത്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗൈഡൻസസ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ആണ് ആവശ്യം, സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ആണെങ്കിലും സ്പിരിച്വൽ ഹീലിങ്സ് ആണെങ്കിലും മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗൈഡൻസസ് ലഭ്യമാവുന്നതാണ്. ആൻഡ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്ന ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ എനർജീസ് തന്നെ നിങ്ങൾക്ക് റീഡ് ചെയ്യാനും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഉപകാരപ്പെടുമെന്ന് സ്വയം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഓൺലൈൻ ടാരറ്റ് റീഡിംഗ് കോഴ്സ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭ്യമാവും. നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ all of y'all take care. Bye.